നമസ്കാരം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്യണം. ഉറപ്പായിട്ടും ഇത് ഷെയർ ചെയ്യണം. അത് വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം എന്ന് പറയും. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ന്യൂക്ലിയർ ബോംബ് ഹിരോഷിമയിൽ കൊണ്ടുപോയി ഇട്ട ദിവസമാണിത്. ഒരുപാട് പേര് മരിച്ചു. 1.5 ലക്ഷത്തോളം 2 ലക്ഷത്തോളം ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഉള്ള ഒരു ദിവസമാണ് ഈ ഓഗസ്റ്റ് 6. അപ്പം ഞാനിത് പറയാൻ കാരണം, ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് ഇതിങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ വലിയ ലാൻഡ് സ്ലൈഡുകൾ നടക്കുന്നു, വയനാട്ടിൽ വലിയ പ്രശ്നം നടക്കുന്നു. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അപ്പോൾ ഞാനൊരു വീഡിയോ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറഞ്ഞിട്ട് മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിലൊക്കെ കേസിന് പോകുന്ന ഒരാളാണ്, സുപ്രീം കോടതിയിലൊക്കെ കേസ് നടത്തുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനതിൽ കേൾപ്പിക്കും. അപ്പോൾ നിങ്ങളത് കേൾക്കുക. നിങ്ങളിത് കാണുന്നവർ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളിത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളിതിൽ എന്തെങ്കിലും കമൻറ്റുകൾ എഴുതണം. ഇത് നമ്മുടെ ഇവിടെ വരാൻ പോകുന്നൊരു വലിയൊരു ഭവിഷ്യത്താണ്. ആ ഭവിഷ്യത്തിൻ്റെ ഒരു വീഡിയോ, അതിൻ്റെ കാര്യങ്ങൾ റസൽ ജോയി പറയുന്നതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്കത് കേട്ടിട്ട് തീരുമാനിക്കാം. 850 മീറ്റർ ഉയരത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാം തകർന്നാൽ 130 വർഷത്തെ ചെളി സിൽട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. ഡാമിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാവും, വലിയ കല്ലുകൾ. പിന്നെ തൊട്ട് മുമ്പിൽ ഈ ഡാം തകർന്നാൽ അത് വലിയൊരു എനർജിയാണ്. ഡാമിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ 180 ടൈംസ് ആണ്. ഓഗസ്റ്റ് പേടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസത്തിൽ പെയ്ത മഴയെല്ലാം ഫോറസ്റ്റ് വലിച്ചിട്ട് സ്പോഞ്ച് കണക്കെ വലിച്ചിടണം. ഇനി ഒരു തുള്ളി വെള്ളം ഫോറസ്റ്റിൽ വന്നാൽ അത് ഒഴുകി ഡാമിൽ വരും. അങ്ങനെ വന്നാൽ എറണാകുളത്തിൻ്റെ സ്ഥിതി, നമ്മൾ ഉണ്ടാക്കി വെച്ച സകലതും പോയി, നമ്മുടെ ജീവനും പോയി. ഇപ്പം മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നമ്മൾ കണ്ടില്ലേ, അവിടെ അങ്ങനെ ഒരു നാടുണ്ടായിരുന്നോ എന്ന് പോലും ഇപ്പോൾ നോക്കിയാൽ കാണില്ല. ഒരു പക്ഷേ ശരിയായിരിക്കും. കാരണം 10-24 വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡാം എന്നാണ് പൊട്ടിത്തെറിക്കുകയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇനി അടുത്ത വലിയൊരു ഡിസാസ്റ്റർ അതായിരിക്കും ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. പറയാൻ തുടങ്ങി ഒരുപാട് കാലമായി. ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം ആളുകളെങ്കിലും മരിക്കും. 10 ലക്ഷത്തിൽ നിന്നാ ഭാഗ്യം. മരിക്കുന്നവരുടെ കണക്കൊന്നും കിട്ടില്ല. കാരണം ഇടുക്കി മുതൽ ഇങ്ങോട്ട് പിടിച്ച് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂരിൻ്റെ ഒരു ഭാഗം ഇതൊന്നും കാണില്ല. അവിടെയുള്ള ആൾക്കാരെയും കാണില്ല, ആരെയും കാണില്ല. ഇത് രാഷ്ട്രീയം കളിക്കാതെ ഇതിൽ വല്ല സത്യാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്തിട്ട് പുതിയത് പണിയാനുള്ള സംവിധാനം ചെയ്യാം. എല്ലാവരും ഈ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ നടക്കുകയാണ്. കുറച്ചു കാലം മുന്നേ ഒരു മന്ത്രി PJ ജോസഫ് ആയിരുന്നതുകൊണ്ട് ഈ ഡാം പൊളിയുന്നുണ്ട് സമരം ചെയ്ത് കരയിലുണ്ടായിട്ടുണ്ട്, കരയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഹിരോഷിമ ഡേ ഒക്കെ ആചരിക്കുന്ന പോലെ ഭാവിയിലുള്ള ബാക്കിയുള്ള ഇനി ആളുകൾക്ക് മുല്ലപ്പെരിയാർ ഡേ എന്നൊക്കെ പറഞ്ഞാൽ ആചരിക്കേണ്ട ഗതികേട് വരും. അതില്ലാതെയാക്കാൻ നോക്കുക. എന്തിലും ഏതിലും രാഷ്ട്രീയം കൊണ്ട് നടക്കാതിരിക്കുക. അപ്പോൾ ശരി. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. പിന്നെ ഈ റസൽ ജോയുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കിട്ടും, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. റസൽ ജോയ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് നിങ്ങൾ കാണുക, എല്ലാവരും കാണുക. കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സാധാരണക്കാരെല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളിത് പറ്റാവുന്നത്ര ഇത് ഷെയർ ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യണം എന്ന് ഞാൻ വീണ്ടും പറയണു. എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, ഇത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങളിത് ഷെയർ ചെയ്യണം. മാക്സിമം ഇത് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.